ഇരങ്ങാലക്കുടയിലെ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ആദ്യമായി ഹെവി വെഹിക്കിൾ ലൈസൻസ് പാസ്സായ ബാച്ചിലെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ഫാദർ റിൻഡോ കൊടിയൻ. വലിയ ബസ്സുകളും ലോറികളും റോഡിലെ കടുത്ത നിയന്ത്രണങ്ങളും കൃത്യതയോടെ കൈകാര്യം ചെയ്താണ് ഫാദർ റിൻഡോ ടെസ്റ്റ് വിജയിച്ചത്. ഇരങ്ങാലക്കുട രൂപതയുടെ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഹൃദയ പാലിയേറ്റീവ് കെയർ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഫാദർ റിൻഡോ. പട്ടം കിട്ടിയ നാൾ മുതൽ അച്ഛൻ്റെ അടുത്ത് വെഞ്ചരിക്കാനും മറ്റുമായി എത്തുന്ന വാഹനങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് മാത്രമേ അച്ഛൻ കൊടുക്കാറുള്ളൂ. തിരുപ്പട്ട സ്വീകരിച്ച നാൾ മുതൽ ഇന്നോളം കണക്ക് കൂട്ടിയാൽ 100-ലധികം ബസ്സുകൾ ഇങ്ങനെ ഓടിച്ചു നോക്കാനുള്ള ഭാഗ്യവും അച്ഛനുണ്ടായിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായും വലിയ വാഹനങ്ങൾ ഓടിക്കേണ്ടി വന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ കടമ നിർവഹിക്കാൻ ഈ ഹെവി ലൈസൻസ് തന്നെ സഹായിക്കുമല്ലോ എന്നതാണ് ഇങ്ങനെ ഒരു ലൈസൻസ് എടുക്കാൻ കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഫാദർ റിൻഡോ കൊടിയൻ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ അംഗമാണ്. എനിക്കുള്ളത് വേണ്ടാങ്ങി സെന്റ് ആന്റണീസ് പള്ളിയുടെ വികാരിയായിട്ടാണ് ഉള്ളത്. എൻ്റെ നേറ്റീവ് പ്ലേസ് കടുപ്പശ്ശേരിയാണ്, ഏകദേശം കടുപ്പശ്ശേരി ഇടവക കൊടിയൻ തറവാട്ടില്. ഇപ്പൊ ഞാനൊരു ടീച്ചറും കൂടിയാണ്. ഞാൻ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകരും കൂടിയാണ്. ഈ ദിവസങ്ങളാണ് KSRTCയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു സാധ്യത തിരിഞ്ഞു കാണുന്നത്. ചെറുപ്പത്തിലെ മുതലേ ഡ്രൈവിംഗ് എനിക്കൊരു പാഷൻ തന്നെയായിരുന്നു. ഡ്രൈവിംഗിനെ ഒന്ന് ഫേർണിഷ് ചെയ്യാം, ഒന്ന് പെർഫെക്റ്റ് ആക്കാം എന്നുള്ള തരത്തിലും ഇതിനൊപ്പം ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്കൂളിനൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡ്രൈവർമാർ മുടങ്ങി എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ഇതുപോലെയുള്ള സാഹചര്യത്തിലൊക്കെ എനിക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റും, വാഹനം ഓടിക്കാൻ പറ്റും എന്നുള്ള ലെവലിലാണ് ഞാനിങ്ങനെ ഈ ഹെവി വെഹിക്കിൾക്കുള്ള ഈ ലൈസൻസിലേക്കുള്ള ഒരു സാധ്യതയ്ക്ക് തേടിയത്. പിന്നൊപ്പം ഞാൻ പട്ടം കിട്ടിയ അന്ന് മുതൽ എൻ്റെ അടുത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ചിട്ടേ, തിരിച്ചു കഴിയുമ്പോൾ ഒന്ന് ഓടിച്ചിട്ടേ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ബസ്സുകാരും ലോറിക്കാരൊക്കെ എന്നെ തേടി വരാറുണ്ട്. ആ വണ്ടി ഓടിക്കുന്ന അച്ഛനെ കൊണ്ട് നമുക്ക് വെഞ്ചിരിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയ്ക്ക് തിരിയുന്നത്. മിക്കവാറും എനിക്ക് ഓടിക്കാൻ കിട്ടിയ എല്ലാ ബസ്സുകളും ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 100-300 ബസ്സുകളൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ടാവാം പട്ടം കിട്ടിയാന്ന് പോലും. ഇപ്പൊ 20 വർഷമായി ഞാൻ പട്ടം. ഇപ്പൊ ഈ അവധിക്ക് നല്ല പാകത്തിന് എനിക്ക് ഹെവി വെഹിക്കിള് ലൈസൻസിന് വേണ്ടി ശ്രമിക്കാൻ പറ്റി. നല്ല ക്ലാസ്സാണ് നമ്മുടെ KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ, നല്ലൊരു ഉദ്യമമാണ്. അപ്പോ നല്ല ഡ്രൈവർ നമുക്ക് ഇൻസ്ട്രക്ടർ കിട്ടിയ ഇൻസ്ട്രക്ടർ ക്ലവർ സാർ, നല്ല ഇൻസ്ട്രക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജോസഫ് മേഡം നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു. ഈ ക്ലവർ സാർ പറയുന്ന കാര്യം ശരിക്കും ഈ പൗരോഹിത്യൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തോന്നി. പക്ഷെ എപ്പോഴും നോക്കേണ്ടത് വളരെ ആഗ്രഹിക്കുകയാണ്, എപ്പോഴും ശ്രദ്ധിച്ചത്. പിന്നെ ഏറ്റവും പിന്നിലേക്ക് മിററിലൂടെ നോക്കണം. അപ്പോൾ അച്ഛന് നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അതൊരു നമ്മുടെ ക്രിസ്ത്യൻ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെ വളരെ ദീർഘ വിഷൻ അല്ലെ, അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ തന്നെ ഇപ്പോൾ പരമാവധി നന്നായിട്ട് ഡ്രൈവിംഗ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്നു. KSRTC ആരംഭിച്ചിരിക്കുന്ന ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ ആദ്യ ബാച്ചില് ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അവരുടെ പേരുകള് ക്രിസ്, അക്ഷയ്, ബാജിയോ, ഫ്രാൻസിസ് ഭാഷൻ സാറ്, ക്രൈസ്റ്റ് സാറാണ്. പിന്നെ സാജ് വിജയ്, രജിത്ത്, എൻ്റെ ആകാശ്, ഇത്രയും പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ എല്ലാവരും ടെസ്റ്റ് പാസ്സായി. എൻ്റെ വീട് കടുപ്പശ്ശേരിയിലാണ്, കൊടിയൻ തറവാടാണ്. എൻ്റെ അച്ഛൻ ജേക്കബ് മരത്തിന് ബിസിനസ്, ആദ്യം കൃഷിക്കാരനായിരുന്നു, പിന്നെ മരത്തിന് ബിസിനസ് ഒക്കെ ആയിരുന്നു. അമ്മ ആനി താഴെക്കാടാണ് അമ്മ വീട്, അത് ചാവേരി തറവാടാണ്. അപ്പച്ചനമ്മച്ചിയൊക്കെ എല്ലാ കാര്യങ്ങളിലും മക്കളായ ഞങ്ങൾ പൊതുവിൽ എനിക്ക് ചേട്ടനും ചേച്ചിയാണുള്ളത്. മൂന്ന് ചേച്ചിയാണ്, ചേച്ചിനെ എൻ്റെ പുതിരിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ചേച്ചി ടീച്ചറാണ്. അളിയൻ അത് പടയാട്ടി തറവാടാണ്. അളിയൻ പ്രിൻസൻ പടയാട്ടില് ആളും ടീച്ചറാണ്. എടപ്പൂത്താണ് അവരുടെ വീട്. പിന്നെ എൻ്റെ ചേട്ടനും ടീച്ചറാണ്. ചേട്ടൻ കോളേജ് അധ്യാപകനാണ്. ചേട്ടത്തിയും കോളേജ് അധ്യാപികയാണ്. ഞങ്ങളൊരു ടീച്ചേഴ്സ് ഫാമിലിയാണ്, ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെയൊക്കെ ചേട്ടനും ചേച്ചിയൊക്കെ എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അവർ എൻ്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. വീട്ടിൽ നിന്ന് അപ്പച്ചനായ അമ്മച്ചിയായാലും നല്ല സപ്പോർട്ടാണ് എനിക്ക്.